ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാസ്ത കേട്ടാ. അപ്പൊ അത് ഇറ്റാലിയൻ ഡിഷ് കൂടിയാണ്. അപ്പൊ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെ വരും എന്നുള്ളത്. വെള്ളം തിളപ്പിക്കും. വെള്ളം തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇത് കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടാ. ഇത് പാസ്ത ഒട്ടി പിടിക്കാതിരിക്കാനാണ്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടാ. എന്തൊക്കെയാ വേണ്ടതെന്ന് അറിയാം. പാസ്ത, പാല്, മൈദപ്പൊടി കട്ട കൂടാതെ ഇളക്കിയെടുത്തതാണ്. പിന്നെ ചീസ്, വെളുത്തുള്ളി, ബട്ടർ, ഇതാ കുരുമുളക് പൊടി തിളച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. പാസ്ത വേവണമെങ്കിൽ ഒരു 10 മിനിറ്റ് ആവണേ. അപ്പൊ നമ്മൾ 10 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മളെ പാസ്ത വെന്തിട്ടുണ്ട് കേട്ടോ. അതിനെ ഞാൻ മാറ്റി വെക്കാണ്. ആദ്യം നമ്മള് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. ബട്ടർ കഴിയുന്നത് നോക്കണം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ബട്ടർ കഴിയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അത് നല്ലോണം ചൂടാക്കി നമുക്ക് മൈദപ്പൊടി ഞാൻ കട്ട കൂടാതെ കലക്കി വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കുക. പാലൊഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ ഊറ്റി വെച്ചതാണ്. നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. കാണാനൊരു ഭംഗിയും കൂടിയാണ്, ടേസ്റ്റും ഉണ്ടാവും. ഒക്കെ തീ കുറയ്ക്കണേ. നമുക്ക് ഇനി ചീസ് ഇട്ട് കൊടുക്കാം കേട്ടാ. കൂടെ തന്നെ കുരുമുളക് പൊടിയും കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കേ. അപ്പൊ നമ്മളെ പാസ്ത റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു വിഷമങ്ങളൊക്കെ ഉണ്ട്. സോമേട്ടനാണ് ടേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. സോമേട്ടന്റെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കണം. മൂപ്പരൊരു പാചകക്കാരനാണ്. വലിയ കുഴപ്പമില്ല. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ ഏകദേശം ആയി. എന്നാലും കുറച്ചുകൂടി ലൂസ് വേണം അതിൽ. എന്നാലേ ടേസ്റ്റുകളൊക്കെ കുഴപ്പമില്ല. ഇരുവശം ലൂസ് ടൈറ്റായി പോയി. ഇത്ര ടൈറ്റ് ആയിട്ടില്ല. കുറച്ചുകൂടി ലൂസ് വേണം. മോൻ വരുന്നുണ്ട് കേട്ടോ. വീഡിയോ ഞങ്ങൾ വീണ്ടും വരാം. ബായ്.